ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കൊഞ്ച് തീയലുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ദാണ്ടേ മസാല സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിശദീകരിച്ച് പറയത്ത്. അവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ ഞാൻ കടുകിട്ട് പൊട്ടിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഉലുവ അതെ കടുക് പൊട്ടി വരും നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് കണ്ട കുറച്ച് ഉലുവ ചെറുതായിട്ട് പൊടിച്ചതാണ് കേട്ടോ, പച്ചലുവയല്ല, പൊടിച്ചതാണ്. അതിനകത്തിട്ട് കറിവേപ്പിലയും കൂടി ഇളക്കിയതിന് ശേഷം പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഓൾറെഡി വെച്ചതായിരുന്നേ, അത് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയും കൊടുത്തു. എണ്ണയ്ക്കകത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കിഴങ്ങ്, ചെറിയൊരു കിഴങ്ങ് കേട്ടോ, കാരണം കൊഞ്ച് ഇച്ചിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതിന് വേണ്ടി കിഴങ്ങും ഇട്ടേ. പിന്നെ അതൊന്ന് വേവാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിക്കും. കണ്ടോ, ആ തക്കാളിയുടെ നീരൊക്കെ ഇറങ്ങി ആ മസാല നല്ല രീതിയിൽ തുറന്നപ്പോൾ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എന്തൊരു മണമായിരുന്നു. അതിനകത്തേക്ക് നമ്മളിതായി കഴുകി വെച്ച കൊഞ്ചിട്ടു, ഒന്ന് ഇളക്കി. അതൊരു 5 മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിക്കാം. അതപ്പോൾ കൊഞ്ചിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും ആ മസാലയ്ക്കകത്തോട്ട് പിടിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അടച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ കൊഞ്ച് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ. പക്ഷെ ഇതിലേക്ക് ഞാൻ ഗരം മസാല കാണിച്ചിട്ടില്ല കേട്ടോ. ഗരം മസാല ഏറ്റവും അവസാനം നമുക്കിടാവേ. ഇപ്പോൾ കണ്ട മസാലയായിട്ട് പുരട്ടി നല്ല രീതിയിൽ മസാലയും കൊഞ്ചും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ആയ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണേ. അതിന് ശേഷം ഒന്നടച്ച് വെക്കണം. പുളിവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇളക്കി അതും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം. കണ്ടോ, അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എന്നിട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടു കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടോളൂ, അങ്ങനെ കുറച്ച് ഉപ്പൂടി ഇട്ട് കേട്ടോ അടച്ച് വെച്ചു. നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ആ മണം നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ മുമ്പേ ഇട്ടിരുന്ന ആ മണം കാണത്തില്ല. അപ്പോഴേ നമ്മൾ ആ അടപ്പ് തുറക്കുമ്പോൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ.